നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ അർജന്റീനയ്ക്കെതിരെ ഞെട്ടിച്ച പ്രകടനമാണ് കേപ്പ് വെർദെ പുറത്തെടുത്ത്. പക്ഷേ അർജന്റീന വിട്ടുകൊടുത്തില്ല, വിജയിച്ച് കയറി റൗണ്ട് ഓഫ് 16 എത്തിയിട്ടുണ്ട്. അപ്പോൾ 100 മത്സരങ്ങൾ ടീമിനെ പരിശീലിപ്പിച്ചിറക്കിയ സ്കലോനി പറയുന്നു, ഇതാണ് ഞാൻ പരിശീലിപ്പിച്ച മത്സരങ്ങളിൽ എന്നെ ബാധിച്ച്, എന്നെ എഫക്റ്റ് ചെയ്ത, എന്നെ ബുദ്ധിമുട്ടിച്ച മത്സരം എന്ന് അദ്ദേഹം തുറന്നങ്ങ് സമ്മതിക്കുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പിൽ സൗദിയോട് തോറ്റ കളിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. തൻ്റെ 100ാമത്തെ മത്സരം പരാജയപ്പെടുക എന്നുള്ളത് വലിയ രൂപത്തിൽ ക്രൈസി ആയിട്ടുള്ളൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ ജയിച്ചു, അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എന്നാണ് അദ്ദേഹം കളിക്ക് ശേഷം പറഞ്ഞത്, ഒരു ആശ്വാസം പോലെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്, കളിക്ക് ശേഷമുള്ള വാക്കുകളിലേക്കൊന്ന് പോകാം. ഈ ടീം ഒരിക്കലും വിട്ടുകൊടുക്കുന്ന ടീമല്ല. തീർച്ചയായിട്ടും ഈ എൻ്റെ 100ാമത്തെ മത്സരം പരാജയപ്പെടുകയാണെങ്കിൽ അത് വല്ലാത്തൊരു അവസ്ഥയായേനെ, വല്ലാത്തൊരു ക്രൈസി സിറ്റുവേഷൻ ആയേനെ. പക്ഷേ ഇത് ഫുട്ബോളാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. വളരെ ടഫ് മാച്ചായിരുന്നു. എല്ലായ്പ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങളിൽ നിന്ന് പോസിറ്റീവ്സാണ് എടുക്കേണ്ടത്. ഈ ടീം ഒരിക്കലും വിട്ടുകൊടുക്കില്ല. എതിരാളികളെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ തീർച്ചയായിട്ടും ഞങ്ങൾ മികച്ച രൂപത്തിൽ പോരാട്ട വീര്യം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതാണ് അർജന്റീന. ആളുകൾക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം, പക്ഷെ ഞങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകും. ഒട്ടും എളുപ്പമല്ല വേൾഡ് കപ്പിലെ മത്സരങ്ങൾ എന്നുകൂടി അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം തൻ്റെ 100 മത്സരങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ മത്സരം എന്നാണ് ഈ കളിയെ, തന്നെ ഏറ്റവും അഫക്റ്റ് ചെയ്ത കളി എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഔട്ട് ഓഫ് 100 മാച്ചസ് ഷുവർലി ഇതാണ് എന്നിൽ ഏറ്റവും അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ മത്സരം, ബുദ്ധിമുട്ടിച്ച മത്സരം. കാരണം ഇതൊരു വേൾഡ് കപ്പ് മത്സരമാണ്. ഞങ്ങൾക്കിനി നല്ല രൂപത്തിൽ സഫർ ചെയ്ത് മുന്നോട്ട് പോയതുകൊണ്ട് ഇനി റിക്കവറൊക്കെ ചെയ്ത് തിരികെ വരണം. ഈ ഒരു മാച്ച് ഒരു കോച്ച് എന്ന നിലയിൽ എന്നെ ഏറെ സഹായിക്കുന്നുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ആൻഡ് ഇത് വിജയിച്ചു, അത് കൂടുതൽ നല്ല കാര്യം. ഞങ്ങൾ തോറ്റിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ എ സാഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. തീർച്ചയായിട്ടും അതൊരു വല്ലാത്ത നിരാശ ഉണ്ടാക്കുന്ന കണക്കായിട്ട് മാറുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, കഴിഞ്ഞ വേൾഡ് കപ്പിൽ സൗദി അറേബ്യയോട് തോറ്റ കളിയുണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെ, അത് ബാധിച്ചിട്ടില്ലെന്ന് ചോദിക്കും. അദ്ദേഹത്തിൻ്റെ മറുപടി, ആ കളിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് ടീം വളരെ നല്ല രൂപത്തിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടീമിന് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്, ഞങ്ങൾക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്, അറിയാം ഒരു വേൾഡ് കപ്പ് എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നുള്ളത്. അന്നത്തെ ദിവസം ഒരു ഓഫ് ഡേ ആയിരുന്നു, അതുമാത്രമാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നാണ് ഇപ്പോൾ കോച്ച് പറഞ്ഞത്. ചുരുക്കത്തിൽ തൻ്റെ 100 മത്സരങ്ങളുടെ കോച്ചിങ് കരിയറിലെ ഏറ്റവും തന്നെ സ്വാധീനിച്ച മത്സരം, ബുദ്ധിമുട്ടിച്ച മത്സരമായിട്ട് സ്കലോനി ഈ കളിയെ കാണുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് എത്താം.